ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചൂടോടെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇതാ തള്ളി മറിക്കുന്നുണ്ടല്ലോ, ഒന്ന് പുട്ടേന്നു കേട്ടോ. പുട്ടിന് കറിയൊന്നുമില്ല, നമ്മൾ കട്ടൻ ചായയും കൂട്ടിയിട്ടാണ് പുട്ടൊക്കെ കഴിച്ചത്. പിന്നെ ഞാൻ ഇടയ്ക്ക് മാത്രം കുടിക്കണം, നമ്മളെ ABC ജ്യൂസും രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടൊക്കെ തിന്നതിൻ്റെ ശേഷമാണ് ഇന്ന് അതൊക്കെ കുടിച്ചത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കോരി എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കോരി വന്നപ്പോൾ നമ്മളെ സ്റ്റോർ റൂമിൽ നിന്ന് നല്ല മണട്ടാ. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് ചക്കവട കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊഴുത്തുന്ന തോന്നുന്നുട്ടാ, ഭയങ്കര മണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കത്തിയെടുത്ത് അങ്ങ് ഇറങ്ങി അതൊന്ന് വെട്ടി പൊളിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് തേമരിക്കടി, ഇതിനെന്തൊരു കൊത്തുകാരെ തിന്നേ. അതാണ് കുഞ്ഞു പറഞ്ഞേ. ഇതൊരു കൊത്തി നോക്കിയതാണ് മൂത്തുക്കണോന്ന് എടി. പക്ഷെ കൊണ്ടുമ്പോ ഉണ്ടായിരുന്നോ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. നോണുണ്ടാക്കണി ഐസുട്ടാ. ചക്ക 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 അതിന്. അപ്പോൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മധുരം കൂടിയിരുന്നു കേട്ടോ. ഇതിന് നല്ലൊരു ടേസ്റ്റുള്ള ചക്കയായിരുന്നു, ചെറിയ ചക്കയാണ്. നമ്മൾ സുഹൈല ക്രിയേഷന് വീഡിയോയിൽ പറയുന്നത് കേട്ടിരുന്നു, ചക്ക കിട്ടിയിട്ടേ ഇല്ല ഇപ്രാവശ്യം. അടുത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു മുറി നമുക്ക് ഓർക്കും കൊടുക്കായിരുന്നു കേട്ടോ. ചെറിയ ചക്കയും തൊട്ടാ. അപ്പം തന്നെ ഞങ്ങളിതാ വെട്ടി പൊളിച്ചെടുത്തു. ഞാൻ പിന്നെ അരിവാളെടുക്കാഞ്ഞത് ഇത് കുഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പം തന്നെ പൊഴുത്തതുകൊണ്ട് വേഗം അങ്ങ് അരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. വേഗം എന്നൊന്നുമല്ല, ഞാൻ ഇപ്പം മല്ലി കെട്ടണ നിങ്ങൾ കണ്ടതല്ലേ, കുറച്ചൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഈ കത്തിയോണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ അവിടെ ഇരുന്നിട്ട് ചക്കൊക്കെ കട്ട് ചെയ്തു പീസാക്കിയിട്ട് മക്കൾക്കൊക്കെ ചുളമൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ചക്കക്കുരു വലിയതാണ് കേട്ടോ. അപ്പം തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു, കുരു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചറിയല്ലേ, അതൊന്ന് കറിക്ക് എടുക്കാം നമുക്ക് എന്ന്. അപ്പോൾ ഇന്നലെ ഉള്ള നമ്മൾ വെള്ളരിക്ക എന്നാണ് പറയുന്നത്, കുമ്പളങ്ങ തക്കാളി ഇട്ടിട്ട് കറി വെച്ചത് ബാക്കിയായിരുന്നു കേട്ടോ ഇന്നലെ. കാരണം ഇന്നലെ വൈകിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോറുക്കാവുമ്പോഴാണല്ലേ നമ്മൾ കുമ്പളങ്ങ കറിയൊക്കെ എടുക്കുക. അങ്ങനെ ആ കറി അങ്ങനെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നീ ചക്കക്കുരും കൂടെ ഇട്ടിട്ട് കുമ്പളങ്ങയും ചക്കക്കുരും കൂടെ ഒന്നിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ കുരും കൂടെ ഇതാ പെറുക്കിയെടുത്തിട്ട് കുടുക്കിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നേരെ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ചക്കപ്പം ഇങ്ങോട്ട് തിന്നതുകൊണ്ട് തന്നെ അതിമൊരു വഴുവഴുപ്പ് പോലെ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ എങ്ങനെ തൊലിച്ചാലും ഇപ്പം തന്നെ അതിൻ്റെ തൊലി കിട്ടൂല. അപ്പോൾ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി പെട്ടെന്ന് അപ്പം അങ്ങോട്ട് പോരും. അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വലിയ വലിയ ചക്കക്കുരു അല്ലേ, അപ്പോൾ എല്ലാം കൂടെ വാരിപ്പെറുക്കി കുടുക്കിയിലാക്കി വേഗം അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള വിളഞ്ഞി കളയാന്നുള്ളതാണ് കേട്ടോ. ചക്കമ്മ നമുക്ക് പൊതുവേ തൊടാൻ ഇഷ്ടമില്ലാത്തത് ഈ ഒരു വിളഞ്ഞിന്. ചക്ക ഇഷ്ടമാവും, പക്ഷേ കയ്യുമ്മ വെട്ടി മുറിക്കാനും നമുക്ക് താല്പര്യമില്ലാത്തത് വിളഞ്ഞി ആവണോണ്ടാണ്. അപ്പോൾ ഇത് അമ്മ ചൂടാക്കാനൊന്ന് വെച്ചു കൂട്ടാം. ഒന്ന് കത്തി ചൂടാക്കിയാൽ അതിൻ്റെ വിളഞ്ഞൊക്കെ അങ്ങ് ഒരുക്കി പോയിക്കോളും. പിന്നെ ഒരു ചകിരിയോ അല്ലെങ്കിൽ പഴയ ഒരു ശീല എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. കത്തി നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാതെ നോക്കണം. പിന്നെ ഈ പിടിഭാഗം നമുക്ക് ചൂടാക്കാൻ വയ്യല്ല, അതുകൊണ്ട് പിന്നെ അവിടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതും ചകിരിത്തുപ്പോണ്ട് നല്ലോണം ഒരച്ചങ്ങോട്ട് എടുത്തു കേട്ടോ. ഇങ്ങനെ കത്തി ചൂടാക്കുമ്പോൾ കത്തിൻ്റെ മൂർച്ചൊക്കെ പോവും കേട്ടോ. അപ്പോൾ അത് വേറെ വിഷയം. പിന്നെ നമ്മൾ മൂർച്ചാക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ പിന്നെ ചക്ക എപ്പോഴൊന്നും നമ്മൾ വെട്ടൂലല്ലോ. പിന്നെ അരിവാളായിട്ടൊക്കെ അല്ലേ വെട്ടുക. അരിവാളിലും ഇങ്ങനെ തന്നെ കേട്ടോ കളയാനായിട്ട് എടുക്കുക. പലരും പറയും അടുപ്പത്ത് കത്തി കാണിക്കരുതെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കത്തീൻ്റെ മുകളിലുള്ള വിളഞ്ഞീനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കയ്യിലും എല്ലായിടത്തും ഇതിട്ടിട്ടാണ് കേട്ടോ, വെണ്ണൂറ് എന്നാണ് പറയണത്. എന്തെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്പി എടുത്താൽ തന്നെ എല്ലാണ്ട് പോകട്ടെ. അപ്പോൾ പിന്നെ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ കൂടിക്കണ് കയ്യമ്മൊക്കെ നിറച്ച് വിളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് നന്നായിട്ട് തിരുമ്പി, അപ്പോൾ അതങ്ങോട്ട് പോയി. അപ്പോൾ ചക്കക്കുരു ഒക്കെ വെന്ത് കഴിഞ്ഞതമ്മ തൊലിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം അതേപോലെ കുറച്ച് ഓർക്കാപ്പൊളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇന്നലത്തെ കറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, കുമ്പളങ്ങയും തക്കാളി മാത്രമാണ് ആ കറിയിലുള്ളത്. അങ്ങനെ ആ കറിയും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ണിയടുപ്പത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചോറൊന്ന് റെഡി ആയിട്ട് വേണം അത് അങ്ങോട്ട് വെക്കാൻ വെച്ചിട്ട് ഒന്ന് ചൂട് കയറി അവിടെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇന്ന് അച്ചാറിനൊക്കെ ഞാൻ ഇന്നലേനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ എന്താ വാടുക എന്ന് പറയില്ലേ, അങ്ങനെ വാടിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കി രാവിലെയും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒരു കുക്കറിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂട് കയറി ഒന്ന് അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അരഭാഗം ആവട്ടത്. അങ്ങനെ
മാങ്ങ കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർക്ക് ഞാൻ അന്നത്തെ അച്ചാറിലേക്ക് ശർക്കര ചേർത്തിരുന്നു. ഇതിലേക്ക് നമ്മൾ ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കേണ്ട, അത്യാവശ്യം മധുരം തന്നെ ഉണ്ട് കേട്ടോ. അതിന് നല്ല പുളിപ്പുണ്ട്. അതിൻ്റെ അടുക്ക് ഇവിടെ ഒരാൾ ഇതാ അയൺ ചെയ്യുന്ന ടേബിൾ എടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കണ്ട. അതിന്മേൽ ചളി പിടിച്ചിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടിയിരുന്നതിന് ശേഷം പിന്നെ അത് കഴുകാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പൊട്ടൊന്നും ഉണങ്ങും, അധികം സ്പോഞ്ചൊന്നും അതിൻ്റെ മുകളിലില്ല കേട്ടോ. അങ്ങനെ കറി ഇതാ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ചട്ടിയൊക്കെ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടെടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ അതിന് കുറച്ച് നമ്മൾ താളിപ്പെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഏതായാലും ഇതിലേക്ക് കടുക് പൊട്ടിക്കുകയാണല്ലോ. പിന്നെ അതിന് ശേഷം കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും നല്ലോണം ചതച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചാർ പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ഞാൻ കണക്ക് പറയണില്ല, അതൊക്കെ ഉമ്മാൻ്റെ ഒരു ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തതാണ്. അച്ചാർ പൊടി ഫസ്റ്റ് കുറച്ചിട്ടു, പിന്നെ തോന്നി കുറച്ച് അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കിയും കൂടെ ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം മസാല ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം പിന്നെ അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. പഞ്ചസാര ഇടാം. പിന്നെ ഞാൻ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ചേർത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഉപ്പാണ് ചേർത്തത്. ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പിന്നെ ഒന്ന് എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയേണ്ടത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാൻ നോക്കട്ടെ. അപ്പോഴൊന്നും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ. പിന്നെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു, കുറച്ചൊരു എരിവിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കായപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അച്ചാറാണ് ഇതിന് മുന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അതിൻ്റെ ഒരു കുപ്പി ഇപ്പോൾ തീർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതാണ് ഈ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അച്ചാറൊക്കെ ഇവിടെ റെഡിയായി, അതങ്ങനെ മാറ്റി വെച്ചു. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ കുപ്പിയിലാക്കി വെക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ചിക്കൻ മസാല എന്ന് എഴുതിയതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഒരു പെൻസിൽ ഇതിൻ്റെ കൂടെ വെച്ചിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആ വെള്ള കളറൊക്കെ മാറിപ്പോയില്ലേ. അങ്ങനെ ചിക്കൻ മസാല ഒക്കെ ഇതാ കുപ്പിയിലാക്കി അതങ്ങനെ മാറ്റി വെക്കും.
ഇനിയിപ്പോൾ അടുത്ത കറി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന്. അപ്പോൾ പിന്നെ തോന്നി 2-3 കഷ്ണം ഉണ്ടാവുള്ളൂ, അതാണെങ്കിൽ അപ്പം തന്നെ തീരും ചെയ്യും. ചിക്കൻ നമ്മൾ ഒരു വരട്ടി പോലെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിക്കൻ വരട്ടിയ പോലെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടെടുത്തു, പിന്നെ ഉള്ളി 4 ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്, ചെറിയ ഉള്ളിയിരുന്നു. അങ്ങനെ ഉള്ളി അരിഞ്ഞതും ഒക്കെ കൂടെ ചേർത്തെടുത്തു. അച്ചാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അച്ചാറിന്. അല്ല, അച്ചാർ കൊതിച്ചുകൾക്ക് പിന്നെ ഏത് അച്ചാറും നല്ല ടേസ്റ്റ് തന്നെ കാരണം എങ്ങനെ തിന്നാലും. അങ്ങനെ ഉള്ളിയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടിയിൽ വെച്ച് ഇങ്ങനെ ചട്ടീൻ്റെ ചൂടിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കണതിന് വേറൊരു ടേസ്റ്റ് തന്നെ കിട്ടലുണ്ട് കേട്ടോ എപ്പോഴും ഈ ഒരു ഇരുമ്പിൻ ചട്ടിയിലും. പിന്നെ അതിലേക്ക് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ബാക്കിൽ എല്ലാവരും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി, മല്ലിയില ഒക്കെ ചേർത്തെടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇനി മുളക് പൊടി, ഗരം മസാല, അതേപോലെ ചിക്കൻ മസാല, അങ്ങനെ ബാക്കി മല്ലിപ്പൊടി, അങ്ങനെ എല്ലാവരും നിരനിരായിട്ട് ഇടണുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഇടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വരട്ടൊക്കെ ആകുമ്പോൾ കുറച്ചൊരു എരിവൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികൾ കഴിക്കാണ്ടായതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചോട്ടെ. അങ്ങനെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എരിവുണ്ടായാൽ പിന്നെ ഒരു കഴിയുമ്പോൾ തൊട്ട് വെക്കൂല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് ഇട്ടില്ല. അങ്ങനെ ഇത്രയും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഒരു കറുപ്പ് കളറിൽ അങ്ങനെ ആയി കിട്ടണ ഒരു വരട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം. പിന്നെ ചിക്കൻ ഇതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതേനു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. അപ്പോൾ ഇത് ആകെ ഇതാവും. അതിന്മേൽ തന്നെ കുറച്ച് വെള്ളം അപ്പം ഇറങ്ങി വരും. പക്ഷേ വേണ്ട, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തീയും നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതങ്ങനെ വെക്കുകയാണ്. ഇനി അത് വറ്റി അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മളെ അടിപൊളി വരട്ട അങ്ങോട്ട് റെഡി ആവും കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം റെഡിയായിപ്പോൾ ഓരോരുത്തരായിട്ട് കഴിച്ച് ഇങ്ങനെ പോയിട്ടാണ്. ആ ഒരു അടുപ്പ് തന്നെ നമ്മളെ ചക്കക്കുരുവിൻ്റെ കറി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചക്കക്കുരുവിന് ഒന്നും കൂടെ വേവുള്ള പോലെ തോന്നിയിട്ടാണ്. നല്ല അങ്ങനെ ഉടഞ്ഞു പോണ രീതിയിലാവുമ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക. അതിങ്ങനെ നല്ല ഉടയാതെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ തൊട്ടങ്ങനെ ഉടഞ്ഞു പോരുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വരട്ടിയതും കറിയും ഒക്കെ എടുത്തു. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞാൻ ചെടി നനയ്ക്കുന്ന വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു പൂവിന് പേരുള്ളത് ശവനാറിയെന്നില്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് വിരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.